الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആചാരങ്ങളും സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ എന്നും അതിൻ്റെ എതിരാളികളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ താടിയും സ്ത്രീകൾ ധരിക്കുന്ന ഹിജാബും മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരെ വളരെ ഭീതിയോടുകൂടി കാണുന്ന, അതിനെ എന്തൊക്കെയോ അപകട ലക്ഷണങ്ങളായി വിലയിരുത്തുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളെ ഭീതിയോടുകൂടി കാണുകയും അത്തരം ആളുകൾ വളർന്നു വരുന്നു എന്നത് വാസ്തവത്തിൽ അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധമാണ് നൽകുന്നത് എങ്കിൽ പോലും ചിലരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പരിസരത്തുണ്ട് എന്നറിഞ്ഞാൽ അവിശ്വാസിയായ മുസ്ലിമായ ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും നിർഭയത്വത്തോടുകൂടി മനസമാധാനത്തോടുകൂടി കഴിയാൻ സാധിക്കും.
അവിടെ പട്ടിണിയാണെങ്കിൽ അവൻ വയറ് നിറച്ച് ഉണ്ണുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അയൽവാസി വിശന്നിരിക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന്. അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഒരു ഇസ്ലാം ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, അയാളിലൂടെ നിരവധി നന്മകളാണ് ഉണ്ടാകേണ്ടത്, നന്മകളാണ് ആളുകൾക്ക് കിട്ടേണ്ടത്. എന്നാൽ അതിനപ്പുറം ആരുടെയെങ്കിലും താടി നീണ്ടാൽ, അവരുടെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമ്പുണ്ടായിക്കഴിഞ്ഞാൽ, അവർ ദീനിയായ കാര്യങ്ങൾ അതിന്റെ ചിട്ടവട്ടങ്ങളോടുകൂടി ആചരിക്കുന്നവരാണെങ്കിൽ അവരെ ഒരു ഭീതിയോടുകൂടി കാണുന്ന, അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളുമൊക്കെ ചിലരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഈ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ അവരെ ക്ലാസ്സിൽ കയറ്റാൻ അനുവദിക്കാതെ അത് വലിയ വിവാദവും ചർച്ചയുമൊക്കെയായ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കും അതിനെ പക്ഷം പിടിക്കുന്നവർക്കുമൊക്കെ പല പല ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകാം. കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ എനിക്ക് സംസാരിക്കുവാനുള്ളത് മുഅ്മിനീങ്ങളായ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും സ്വീകരിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളോടാണ് ചിലത് പറയാനുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, ഒന്ന്, ഇസ്ലാം പടച്ച റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് എന്നുള്ള വസ്തുത നമ്മൾ മാഞ്ഞു പോകാതെ, മറന്നു പോകാതെ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട സംഗതിയാണ്. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും മറ്റു പലരും ഇരുട്ടിൽ തപ്പി എന്ത് ചെയ്യണം, ഏത് മാർഗം സ്വീകരിക്കണം എന്ന് അറിയാതെ ഉഴറുമ്പോൾ, പലതിന്റെയും പിന്നാലെ പരക്കം പായുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ മേഖലയിലും എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം എന്ന് തുടങ്ങിയ എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ ഭാഗ്യമായി, വലിയൊരു അനുഗ്രഹമായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പലർക്കും വാസ്തവത്തിൽ ദഹിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്നു എന്നത് തിരിച്ചറിഞ്ഞ ചില ആളുകൾക്ക് പൊറുതുകേടുണ്ട്. അസൂയയിൽ നിന്നുണ്ടാകുന്ന ഒരു തരം ശത്രുത, അതാണ് അവിടെയെല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതവും അതേപോലെ പല അനുഭവങ്ങളും മനസ്സിലാക്കി തരുന്നത്. ആ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ, അവർ അവരുടെ മക്കളെ വിളിച്ചിരുത്തി വസിയ്യത്ത് നൽകിയതുപോലെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ഖുർആൻ പറയുന്ന ഒരു രംഗം. ആ മക്കളെ വിളിച്ചിട്ട് വാപ്പ പറയുകയാണ്, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? അപ്പോൾ അവരിൽ നിന്ന് ആദർശബോധമുള്ള മക്കളെയും പേരക്കുട്ടികളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി നല്ല വാർത്ത കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ചു എന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ ആ വാപ്പ കൊടുക്കുന്ന ഉപദേശവും അത് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും റബ്ബ് നൽകിയ ഈ നിഅമത്ത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് മക്കളെ എന്നാണ്. അതേപോലെ ഓരോ വെള്ളിയാഴ്ചയും എല്ലാ ഉത്ബോധനങ്ങളുടെയും മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താറുള്ള ആയത്ത് ഇന്ന് ഞാനും ഓതി നിങ്ങൾ കേട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അവന്റെ വിധിവിലക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പാലിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. മുസ്ലിങ്ങളായി മരിക്കണമെങ്കിൽ എന്ത് വേണം? മുസ്ലിമായി ജീവിക്കണം. ആ ദീൻ ഉൾക്കൊള്ളാനും അതിന്റെ വക്താക്കളാകുവാനും നമുക്ക് സാധിച്ചു എന്നത് അൽഹംദുലില്ലാഹ് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കുവാൻ സാധിക്കേണ്ട സംഗതിയാണ്. അത് ഈമാനിന്റെ താല്പര്യമാണ്. ഞാൻ മുസ്ലിമായി എന്നതിൽ അഭിമാനമുണ്ടാകണം. അതല്ലാതെ മുസ്ലിം ആയിപ്പോയല്ലോ,
എന്റെ വാപ്പയും ഉമ്മയും ഒക്കെ മുസ്ലിം സമുദായത്തിൽ ആ സൊസൈറ്റിയിലെ മെമ്പറായി എന്നുള്ളത് കൊണ്ട് ഞാനും ആ ഗതികെട്ട സമൂഹത്തിലായിപ്പോയല്ലോ എന്ന ഒരു അപകർഷതാ ബോധവും ഒരു ഷെയ്മുമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ഒരു പ്രൗഡ്, ഒരു അഭിമാന ബോധം ഉണ്ടായിരിക്കണം. മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ അഭിമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം സ്രഷ്ടാവിന്റെ നിയമശാസനകളാണ് നമ്മൾ പിൻപറ്റുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. അവർ ഏതെങ്കിലുമൊക്കെ ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ ആർക്കൊക്കെയോ ശരിയെന്ന് തോന്നിയത് അതങ്ങനെ സ്വീകരിച്ചു പോവുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇല്ലാതെ ഉഴറുമ്പോൾ തെളിഞ്ഞ വെളിച്ചത്തിൽ വ്യക്തമായ പാതയിൽ ശരിയുടെ ഭാഗത്തുകൂടെ നടന്നു പോകുവാനുള്ള തൗഫീക്ക് കിട്ടിയ നമ്മൾ ഒരിക്കലും അപകർഷതാ ബോധത്തോടുകൂടി ഛേ എന്ന് പറയുന്ന, അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. കാരണം ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്, യുക്തിഭദ്രമാണ്. ആരുടെയും മുന്നിൽ അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ ഏതൊരു അധ്യാപനവും നമുക്ക് എടുത്തു പറയാൻ, തുറന്നു കാണിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഇസ്ലാമിന്റെ വക്താവാകാൻ എനിക്ക് സാധിച്ചു എന്നത് അത് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, അന്തസ്സാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനും അവന്റെ റസൂലിനും, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്, പ്രതാപം, അന്തസ്. അത് നമ്മൾ മറന്നു പോകരുത്. ഖുർആൻ വീണ്ടും പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ഒരിക്കലും ദുർബലപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടു പോകരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹു പഠിപ്പിച്ച വിശ്വാസം സ്വീകരിക്കാൻ ഒരുക്കമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന ആദർശം സ്വീകരിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങളെ വെല്ലാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വഅൻതുമുൽ അഅലൗൻ. നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ആ ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ വാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട് ഞാനും അതിലൊരു മെമ്പറായി എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് ഫഇസ്സത്തുൽ മുസ്ലിമീൻ മശ്റൂതത്തുൻ ബിതമസ്സുകിഹിം ബികിതാബി റബ്ബിഹിം വസുന്നത്തി നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മുസ്ലിങ്ങളുടെ ആ ഇസ്സത്ത് കുടികൊള്ളുന്നത്, അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ബിതമസ്സുകിഹിം ബികിതാബി റബ്ബിഹിം. നമ്മൾ അല്ലാഹുവിന്റെ കിതാബുമായി എത്ര കണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആ ഖുർആൻ നമ്മുടെ ഒരു മാനിഫെസ്റ്റോ ആയി, ആ ഖുർആൻ നമ്മുടെ ഒരു ഗൈഡായും വഴികാട്ടിയായി എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അതനുസരിച്ചാൽ. വസുന്നത്തി നബിയിഹിം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമ്പ്രദായങ്ങൾ, ചര്യകൾ, ദീനിയായ പാഠങ്ങൾ അത് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ എത്ര കണ്ട് താല്പര്യവും ശ്രദ്ധയുമുള്ളവരാണോ അതനുസരിച്ചായിരിക്കും ആ അഭിമാനബോധവും അന്തസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. അദ്ദേഹം ഉണർത്തി, ഇന്നാ കുന്ന അദല്ല ഖൗമിൻ. നമ്മൾ ഏറ്റവും നിന്ദ്യരായ, മോശപ്പെട്ട, അധകൃതരായ, വളരെ താഴ്ന്ന ഒരു സമൂഹമായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. പിന്നീട് അല്ലാഹു നമുക്ക് ഇസ്ലാം നൽകിയപ്പോൾ നമ്മളൊക്കെ ലോകത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുവാൻ സാധിച്ച ആളുകളായി മാറി. ഇസ്ലാമിലൂടെയാണ് അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത്. അതുകൊണ്ട് അല്ലാഹു ഇറക്കിയ ആ ഇസ്ലാമിലൂടെ അല്ലാതെ വേറെ വല്ലതിലൂടെയും നമ്മൾ ഇസ്സത്ത് തേടിപ്പോകുന്നുവെങ്കിൽ അതല്ലനല്ലാഹ്, അല്ലാഹു നമ്മെ നിന്ദിച്ചു കളയും എന്നാണ്. സുബ്ഹാനല്ലാഹ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ എത്ര കണ്ട് നെഞ്ചിലേറ്റുന്നുവോ, അതിന്റെ വക്താവായി മാറാൻ നമ്മൾ പരിശ്രമിക്കുവോ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും. അതല്ലാത്ത വഴിയിലാണ് നമ്മൾ ഇസ്സത്ത്, പ്രതാപം, ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് അഭിമാനം ഉണ്ടാവുകയില്ല, നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ ഭാഗമാണ്. ഏതിന്റെ ഭാഗം? അള്ളാഹു നമുക്ക് നൽകിയ ഇസ്സത്താകുന്ന ദീനിന്റെ ഭാഗമാണ് നാം ധരിക്കുന്ന നമ്മുടെ വേഷവിധാനങ്ങൾ. സ്ത്രീകൾ ധരിക്കുന്ന മുഖമക്കന, അവരുടെ ജിൽബാബും ഹിജാബും ഒക്കെ അതിന്റെ ഭാഗമാണ്. പുരുഷന്മാരുടെ താടിയും നെരിയാണിക്ക് താഴെ വസ്ത്രമിറങ്ങാതെ കയറ്റി കൊടുക്കുവാനുള്ള ശുഷ്കാന്തിയും ശ്രദ്ധയും എല്ലാം ആ ഇസ്സത്തിന്റെ ഭാഗമാണ്, അള്ളാഹ് അവതരിപ്പിച്ച ദീനിന്റെ ഭാഗമാണ്. അത് അഭിമാനത്തോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന രീതിയിൽ നമുക്ക് തല ഉയർത്തി ജീവിക്കുവാനും അഭിമാന ബോധത്തോടുകൂടി
മറ്റുള്ളവർക്കിടയിൽ കഴിയുവാനും സാധിക്കുകയുള്ളൂ. ഇതറിയുന്ന ശത്രുക്കൾ അസൂയ വെക്കും. മുമ്പും മുസ്ലിങ്ങൾക്കെതിരിൽ ശത്രു ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവാണ് പറഞ്ഞത്, വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർലാ അൻകൽ യഹൂദ്, പ്രവാചകരെ താങ്കളെ സംബന്ധിച്ച് യഹൂദികൾ ജൂതന്മാർ തൃപ്തിപ്പെടുകയേയില്ല. വലൻ നസാറ, ക്രൈസ്തവരും. ഹത്താ തത്തബിഅ മില്ലതഹും, നിങ്ങൾ അവരുടെ മതം സ്വീകരിച്ച് അവരുടെ വഴി പിൻപറ്റുന്നത് വരേക്കും, അവരുടെ ആദർശം സ്വീകരിച്ച് അവരുടെ വക്താക്കളായി നിങ്ങൾ മാറുന്നത് വരേക്കും നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, നിങ്ങൾ എന്ത് സുവിശേഷം പ്രസംഗിച്ചാലും നിങ്ങളെ അവർക്ക് തൃപ്തിയാവുകയില്ല. അള്ളാഹ് പറഞ്ഞതാണ്. അതേപോലെ വീണ്ടും അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 120-ാമത്തെ ആയത്താണ് നേരത്തെ കേട്ടതെങ്കിൽ അതിന്റെ മുമ്പ് 109-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞത്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന്. നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് മുർത്തദ്ദകളാക്കി മതത്തിന്റെ പരിസരത്ത് നിന്ന് അകറ്റുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ, നിങ്ങൾ ഈമാൻ സ്വീകരിച്ച് വിശ്വാസത്തിന്റെ വക്താക്കളായതിനു ശേഷം നിഷേധികളും അവിശ്വാസികളുമാക്കി നിങ്ങളെ മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയും അതിന് ധാരാളം ഫണ്ടിങ് നടത്തുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിസരത്തുണ്ട് എന്ന് നമ്മളെ അറിയുന്ന, അവരെ അറിയുന്ന പടച്ചറബാണ് പറഞ്ഞത്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയത്തിന്റെ ആദർശത്തിന്റെ തകരാറല്ല, അതിലെന്തെങ്കിലും ദോഷമുണ്ട്, അപകടമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഭീതിയിലായതുകൊണ്ടുമല്ല, അസൂയ കൊണ്ടാണ്. നിങ്ങളുടെ കൈകളിലുള്ളത് സത്യമാണ് എന്ന് അവർക്കറിയാം, അത് അവർക്ക് കിട്ടാത്തതിന്റെ പേരിലുള്ള അസൂയ, അത് നിമിത്തം നിങ്ങളോട് ശത്രുതയുണ്ട്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, നിങ്ങളെക്കാൾ ഒരു പക്ഷേ ആ ഹക്കിനെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ഖുർആൻ പറയാൻ, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, നിങ്ങളുടെ കൈകളിലുള്ളത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യം വന്നതിന് ശേഷം അതിന്റെ വക്താക്കൾ ഞങ്ങളായില്ലല്ലോ എന്നതിന്റെ പേരിലാണ് അവർക്കുള്ള ശത്രുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞില്ലേ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, ആ പ്രവാചകൻ സത്യദൂതനാണ്, അള്ളാഹുവിന്റെ സത്യസന്ധനായ പ്രവാചകനാണ് എന്ന് നിങ്ങളെക്കാൾ അവർക്കറിയും. എത്രത്തോളം? സ്വന്തം മക്കളെ മാതാപിതാക്കൾക്ക് എങ്ങനെ തിരിച്ചറിയും അതുപോലെ അവർക്കറിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വസ്ത്രവും വേഷവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ചില ആളുകൾ പറയുന്നത് അങ്ങനെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ഇത്തരം ഒരു വസ്ത്ര രീതി ഇസ്ലാം അനുശാസിക്കുന്നില്ല എന്നും ശക്തമായ നിർദ്ദേശമൊന്നും ആ മതത്തിൽ ഇല്ല എന്നുമൊക്കെ ചാനൽ ചർച്ചകളിൽ വന്ന് തട്ടിവിടുന്ന വിദ്വാൻമാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരടക്കം എല്ലാവരും അറിയേണ്ട സംഗതിയാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. പരിശുദ്ധ ഖുർആനെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ ഖുർആനിലുള്ളതാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് അറിയുന്ന ആളുകളോട് സ്വാഭാവികമായും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലല്ലോ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടപ്പോൾ ചില ആളുകളൊന്നും തട്ടനിടാത്തവരുണ്ട്, അല്ലെങ്കിൽ മാറുമറക്കാത്തവരുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല എന്ന് കേവലം ഒരു വിധിയിലേക്ക് എത്തുന്നതിന് പകരം ഇസ്ലാമിന്റെ ആധികാരികമായ പ്രമാണങ്ങളും അതേപോലെ തന്നെ അധ്യാപനങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലെ സംസാരിക്കുവാനും അതേപോലെ തന്നെ ചാനലുകളിലുമൊക്കെ വന്ന് ചർച്ചക്കിരിക്കുവാനും. ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലി അസ്വാജിക, ആദ്യമായി നിങ്ങളുടെ ഭാര്യമാരോട്, വ ബനാതിക, നിങ്ങളുടെ മക്കളോട്, പെൺകുട്ടികളോട്, വ നിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ലോകത്തുള്ള എല്ലാവരോടും, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ശിരോവസ്ത്രങ്ങൾ അവർ താഴ്ത്തിയിടട്ടെ, അവരുടെ മാറ് മറക്കുന്ന രീതിയിൽ. അങ്ങനെ ഇസ്ലാമികമായ ഒരു പർദ സംസ്കാരം, ഇസ്ലാമിൻ്റെതായ ഒരു ഹിജാബ്, ഒരു ശിരോവസ്ത്രത്തിന്റെ രൂപവും രീതിയും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഗുണം പറയുകയാണ്, ദാലിക അദ്നാ അൻ യുഅറഫ്ന, അങ്ങനെ ഇസ്ലാമിൻ്റെതായ സംസ്കാരവും ആചാരവും വസ്ത്രവും ഒക്കെ നിങ്ങൾ ധരിച്ചു പോകുമ്പോൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ ഒരു അടയാളമാണത്. നിങ്ങൾ മോശപ്പെട്ട പെണ്ണുങ്ങളല്ല, ആളുകൾ തോണ്ടാനും പിടിക്കാനും
അതേപോലെ തന്നെ മോശമായ ചേഷ്ടകളുമായി വരാൻ അതൊരു തടസ്സമാണ്. നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും. ഫലായു ഉദൈൻ, നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും. അത് മനസ്സിലാക്കിയ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും അവർ പറയാറുണ്ട്, അത്തരത്തിലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങളില്ലാതെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ പർദ്ദയിട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ കൂളായി സേഫായി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാറുണ്ട് എന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞു, ആ രീതിയിൽ നിങ്ങൾ ഇസ്ലാമികമായ വസ്ത്രധാരണ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മാന്യന്മാരായി ചാരിത്രശുദ്ധിയുള്ള പാതിവൃത്യമുള്ള പെണ്ണുങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ശല്യം ചെയ്യപ്പെടാതെ സുരക്ഷിതമായി നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന ഖുർആൻ ആ വചനത്തിന്റെ അവസാനം അത് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അത്ഭുതകരമായി തോന്നുന്ന സംഗതി, ഇവിടെ എന്തും തുറന്നിട്ട് എങ്ങനെയും ജീവിക്കുവാൻ അനുവാദമുള്ളപ്പോൾ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ ഇസ്ലാമികമായ വസ്ത്രധാരണം സ്വീകരിക്കുമ്പോൾ അവിടെ മാത്രം ഒരു ചൊറിച്ചിൽ, അതിന് മാത്രം ഒരു വെറുപ്പും, അതിന് വേറെ ഏതെങ്കിലുമൊക്കെ നരേഷനുകളിലൂടെ അത് പ്രദർശിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ എന്തോ വലിയൊരു മാനസിക രോഗം അവിടെ ഇല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ ശത്രുവാക്കി നിർത്തുകയും അപരവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ നാട്ടിൽ വസ്ത്രമില്ലാതെ നടന്നാൽ ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ അവർക്ക് തോന്നിയ രീതിയിൽ എങ്ങനെയും ഏത് രീതിയിലും, വസ്ത്രത്തിന്റെ മാത്രം കാര്യമല്ല, ഏത് ആചാരവും ഏത് രൂപവും ഏത് വേഷവും കെട്ടുവാൻ അനുവാദമുള്ളൊരു നാട്ടിൽ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇസ്ലാമികമായ ആ വേഷവിധാനത്തോടുകൂടി ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ പൊതുമേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിന് എതിരിൽ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ, ഒരു വ്യത്യസ്തങ്ങളായ ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ചേർന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളായ സ്ത്രീകളോട് വഖുൽ, പറയൂ പ്രവാചകരെ, ലിൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ സ്ത്രീകളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന നിയമമാണ്. പിന്നെ അങ്ങനെ ദീനിൽ അങ്ങനെയൊന്നും നിയമമില്ല എന്ന് ഇതേപോലെയുള്ള വിവരദോഷികൾ വന്ന് പറയാ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അവരുടെ സൗന്ദര്യം അതവർ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വൽ യദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിൻ, അവർ ധരിച്ചിട്ടുള്ള ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ, ശരീരത്തിന്റെ ഉയർന്ന ഭാഗങ്ങൾ അത് മറച്ചു വെക്കട്ടെ എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പലരും ഉദ്ധരിച്ചൊരു ഹദീസാണ്, അത് മുർസലിന്റെ ഗണത്തിലാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ അതിന്റെ നിരൂപണം നടത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസ്, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ലം യസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഅശാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വജ്ഹിഹി വകഫൈഹി, ഒരു പെണ്ണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഇതല്ലാതെ വേറൊന്നും കാണാൻ പാടില്ല, അതായത് മുഖവും മുൻകൈയും കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ. അപ്പൊ അതാണ് ഇസ്ലാമിൻ്റെതായ ഒരു സാംസ്കാരിക വസ്ത്രവിധാന രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഗുണങ്ങൾ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദല്ല അലാ വുജൂദി അദിയത്തിൻ ഇൻ ലം യഹ്തജിബ്, ആ വസ്ത്രധാരണം അങ്ങനെ സ്വീകരിക്കാത്ത ആളുകൾക്ക് ശല്യം ചെയ്യപ്പെടലുകളും കയറിപ്പിടിക്കലും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച സംഗതിയാണ്. അത് അങ്ങനെ തന്നെ പാലിച്ചു വന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബി സ്ത്രീകൾ, സ്വഹാബികളുടെ ഭാര്യമാർ, മക്കൾ, അവർക്ക് അതിലൂടെ ഇസ്സത്തുണ്ടായി. അവരൊരിക്കലും അതൊരു മോശമായ സംഗതിയായി കണ്ടില്ല. ഇന്നും ഇസ്ലാം പഠിച്ച, ഇസ്ലാം മനസ്സിലാക്കിയ ആള്, എന്റെ റബ്ബ് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ മൂടുപടം ധരിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും വിലങ്ങുതടിയല്ല, അത് എനിക്ക് പ്രൊട്ടക്ഷനാണ് നൽകുന്നത്, സുരക്ഷിതത്വമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ സ്ത്രീകൾ യൂറോപ്യൻ നാടുകളിൽ നിന്ന് പോലും ഇസ്ലാമിന്റെ ആ അജയ്യതയും സൗന്ദര്യവും വിളിച്ചു പറയുമ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്കാണ് ഒരു മനം വിരട്ടൽ, ഇതൊക്കെ പഴഞ്ചനല്ലേ, മോശമല്ലേ എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, ഖറജ നിസാഉൽ അൻസാർ, അൻസാരി സ്ത്രീകൾ പുറത്തു പോകുമായിരുന്നു.
കഅന്ന അലാ റൂസിഹിന്നൽ ഗിർബാൻ. അവരുടെ അടക്കവും ഒതുക്കവും കണ്ടാൽ അവരുടെ തലകളിൽ കാക്കകൾ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. മിനസ്സഖീന, അവരുടെ ശാന്തത, അവരുടെ ആ കുലീനത. വഅലൈഹിന്ന അക്സിയതു സൂദിൻ യൽബസ്നഹ, അവർ ധരിച്ചിരുന്നത് ഒരുതരം കറുപ്പ് വസ്ത്രമായിരുന്നു. സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടിടത്ത്, അഥവാ ഭർത്താക്കന്മാരുടെ അടുക്കൽ അവരുടെ സ്വകാര്യതയിൽ ഇസ്ലാം അനുവദിച്ച സംഗതിയാണ്. അതല്ലാതെ ഓരോ പെണ്ണും അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് മുമ്പിൽ വിൽപ്പന ചരക്ക് പോലെ പ്രദർശിപ്പിച്ചാൽ അതിന്റെ ദൂഷ്യം എന്താണ് എന്നുള്ള കാര്യം ഖുർആൻ പറഞ്ഞതാണ്. അവർക്ക് ശല്യങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമിൻ്റെതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണേണ്ടതില്ല. അതിനെ വകവെച്ചു കൊടുക്കുവാൻ സാധിക്കണം. ഇനി സ്വാഭാവികമായും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ആരെങ്കിലും തിട്ടൂരം പറയുകയാണെങ്കിൽ അവിടെ തന്നെ പോയി പഠിക്കേണ്ടതില്ലല്ലോ നമ്മുടെ മക്കൾക്ക്. നമുക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട്, മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളുണ്ട്, അല്ലാത്തവരുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ സ്ഥാപനത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ മാത്രമേ നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ടതില്ല. നമുക്ക് ദീനാണ് വലുത് എന്ന രീതിയിൽ ആ ദീനിന്റെ അധ്യാപനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടച്ചറബിന്റെ വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലാണ് നമ്മുടെ വിജയവും അഭിമാനവും കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി ആ ദീൻ കൈമോശം വന്നു പോകാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ പരീക്ഷണത്തിന്റെ നാളുകൾ നമ്മളെ തേടിയെത്തും. ആ സന്ദർഭങ്ങളിൽ ക്ഷമയോടെ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. താൽക്കാലികമായ രക്ഷക്കും ലാഭങ്ങൾക്കും വേണ്ടി ദീൻ കൈയൊഴിക്കുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. സങ്കടകരമാണ് പലപ്പോഴും മുട്ട് കുനിക്കാൻ പറയുമ്പോഴേക്കും മുട്ടിൽ ഇഴയാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. മറിച്ച് ആർജവത്വത്തോടുകൂടി അഭിമാനത്തോടുകൂടി എന്തു വന്നാലും ഞാൻ എന്റെ ദീൻ കൈയൊഴിക്കുകയില്ല എന്നൊരു സ്റ്റാറ്റസ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെയല്ല സിഖുകാര് താടി വെച്ച് അവരുടേതായ രീതിയിൽ ശിരസ് തലമറച്ചുകൊണ്ട് അത് പോലീസിലും പട്ടാളത്തിലും ഒക്കെ അവർക്കതിന് സാധിക്കുന്നു. എന്തുകൊണ്ട്? അവർക്കതിനായി അതിൻ്റെതായ ഒരു ആർജവവും അന്തസ്സും അഭിമാനവും ശാഠ്യവുമുണ്ട്. പക്ഷെ മുസ്ലിമിനോട് താടി വടിക്കാൻ പറഞ്ഞ മുഖം പോലും ചെത്തിമിനുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങരുത് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെങ്കിൽ അതൊന്നുമല്ല, അങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനും ഞങ്ങൾ റെഡിയാണ്. ചിലപ്പോൾ താൽക്കാലികമായ എന്തെങ്കിലും ഒരു ജോലി, വലിയ 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 പോസ്റ്റുകളോ സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റുന്ന വലിയ അത്ഭുതകരമായ ഒരു കീ പോസ്റ്റിലേക്കൊന്നുമല്ല. ദുനിയാവിന്റെ ഏതെങ്കിലും നക്കാപ്പിച്ചകൾ നയാ പൈസകൾ കിട്ടുമെന്നറിഞ്ഞാൽ ദീൻ വലിച്ചെറിയാൻ നിൽക്കുന്ന കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി നിങ്ങൾക്ക് വരാനിരിക്കുന്നു. യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. ചില ആളുകൾ രാവിലെ മുഅ്മിനായിരിക്കും, പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാകും, അഥവാ ദീൻ കൈയൊഴിച്ച്. വസ്ത്രത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും എല്ലാം ഇസ്ലാമിൻ്റെതായ തനത് സംസ്കാരങ്ങളും ആശയങ്ങളും ഒക്കെ ആചരിക്കുന്നതും കൊണ്ടു നടക്കുന്നതുമൊക്കെ ഒരു ഭാരമാണ് എന്ന് കണ്ട് വലിച്ചെറിയാൻ തയ്യാറാകുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഅതി അലന്നാസി സമാൻ, ഒരു കാലം മനുഷ്യന്മാർക്ക് വരാനിരിക്കുന്നു, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ആ സന്ദർഭത്തിൽ ദീൻ അത് സഹനത്തോടെ ക്ഷമയോടെ അവലംബിച്ച് ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആൾ
കൽ ഖാബിളി അലൽ ജംർ, തീക്കനലിൽ പിടിച്ചവനെ പോലെയായിരിക്കും. നാനാഭാഗത്ത് നിന്നും വിമർശനങ്ങളും ആക്ഷേപങ്ങളും. പക്ഷേ അവിടെ ക്ഷമയോടെ സഹിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന്. ഈമാനാണോ നമുക്ക് വലുത്? അതല്ല ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഇന്ന സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ എന്റെ മകൾ അല്ലെങ്കിൽ മകൻ പഠിച്ചു വന്നു എന്ന് പറയലാണോ? പടച്ചറബ് ഒരിക്കലും നമ്മളോട് ചോദിക്കുകയില്ല ഇന്ന കോഴ്സ് നിന്റെ മകൾ അല്ലെങ്കിൽ മകൻ പഠിച്ച് വിജയിച്ചോ എന്ന്. നേരെ മറിച്ച് അവർ പ്രായപൂർത്തിയായിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചിട്ടല്ല, അവരുടെ വസ്ത്രവും അവരുടെ ഔറത്തും ഒന്നും ഇസ്ലാമികമായ രീതിയിൽ അവർ ശരിയായ രീതിയിൽ മറച്ചുകൊണ്ടല്ല നടക്കുന്നതെങ്കിൽ, ഇസ്ലാമിന് അന്യമായ സംസ്കാരങ്ങളും ആചാരങ്ങളും പേറിക്കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ആ മക്കളും മറുപടി പറയേണ്ടി വരും. ആ മക്കളെ നിയന്ത്രിക്കുന്ന, അവർക്ക് ആ രീതിയിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മാതാപിതാക്കളും കണക്ക് പറയേണ്ടി വരും. ഇസ്സത്ത് അവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്, ദില്ലത്ത് നിന്യത അതിന്റെ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കി ആ നിന്യതയെ വാങ്ങാതെ ഇസ്സത്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഉണർത്തിയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഒരു ദുരവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ട്, മലവെള്ളപ്പാച്ചലിലെ ചണ്ടി ചവറുകൾ പോലെയായിരിക്കും. കുറെ ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ദീനിന്റേതായ ആ ഒരു സ്പിരിറ്റ്, ഈമാനികമായ ഒരു കരുത്തും ആവേശവും ഇല്ലാതെ വരുമ്പോൾ അവർക്കൊരു വിലയും നിലയും ഉണ്ടാവുകയില്ല. മറിച്ച് സ്വഹാബത്തിന്റെ കാലത്ത് അവർ തുച്ഛമാണ് എങ്കിലും അവർ ഈമാനിന്റെ ആദർശം ശരിക്ക് ഹൃദയത്തിലേക്ക് ആവാഹിച്ചതുകൊണ്ട് എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യുന്ന, അംഗീകരിക്കുന്ന, അവർക്ക് ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യമുണ്ടായി. അത് ഖുർആൻ നമ്മളോട് വഅദ ചെയ്ത വാഗ്ദാനമാണ്. സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽപ്പെട്ട വിശ്വാസികളോട് അള്ളാഹു കരാറ് ചെയ്യുന്നു, വാക്ക് നൽകുന്നു. എന്താണ്? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി ഇസ്ലാമിന്റേതായ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യവും അംഗീകാരവും സൗകര്യവും ചെയ്തു കൊടുക്കും, ചെയ്തു തരും അല്ലാഹു. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭീതിക്ക് ശേഷം നിർഭയത്വം അല്ലാഹു നൽകും. എന്താണ് വേണ്ടത്? ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്ക് കൊടുത്ത ദീൻ അത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള സാഹചര്യവും സൗകര്യവും അല്ലാഹ് ഏർപ്പെടുത്തി കൊടുക്കും. എന്ത് വേണം? അല്ലാഹ് പറഞ്ഞ രീതിയിൽ നടക്കണം. അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അതിന് നമ്മൾ വേണ്ടത് ദുആ ചെയ്ത് സധൈര്യം മുന്നേറാനുള്ള മനക്കരുത്തുമായി നമ്മൾ പ്രതിസന്ധികളെ നേരിടുവാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി ദുആകളുണ്ട്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ മനസ്സ് ആകെ ആടി ഉലഞ്ഞ് ഏതെങ്കിലുമൊക്കെ വഴിയിലേക്ക് പോകുമ്പോൾ, പടച്ചവനെ എന്റെ ഹൃദയത്തെ നിന്നെ വഴിപ്പെട്ടു പോകുവാനുള്ള മാർഗത്തിലേക്ക് നീ തിരിച്ചുവിടണേ. ഏത് പ്രതിസന്ധികൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാകും, പരിഹാരമുണ്ടാകും. അവിടെ നിന്നെ വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകാതിരിക്കാൻ, നീ തൃപ്തിപ്പെടുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള മനക്കരുത്ത്, ആ ഒരു ദിശാബോധം നീ എനിക്ക് നൽകണമേ എന്നാണ്. അല്ലാഹുമ്മ അഹീന അലൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങളെ നീ ജീവിപ്പിക്കണം. ഞങ്ങൾക്ക് എത്ര ആയുസ് നീ നൽകുന്നുവോ അപ്പോഴൊക്കെ ആ ആയുസിന്റെ അവസാന സമയം വരെയും ഖുർആനും സുന്നത്തുമാകുന്ന ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, ഞങ്ങളെ മരിപ്പിക്കുമ്പോ ഈമാനോട് യഥാർത്ഥ പരിപൂർണ വിശ്വാസത്തോടെ, അതേപോലെ പശ്ചാത്തപിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്നും മടങ്ങി നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ റൂഹ് നീ പിടിക്കണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കാണാം, ഇസ്ബിറു, നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. നിങ്ങൾ ആരും പൊറുതികേട് കാണിക്കേണ്ടതില്ല, നിങ്ങൾ ആകെ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതേണ്ടതില്ല. ഇതൊക്കെ അമ്പിയാക്കന്മാർക്കുണ്ടായി, സ്വഹാബത്തിനുണ്ടായി. ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് പല രീതിയിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. فإنه لا يأتي عليكم زمان إلا الذي بعده شر منه, ആദ്യത്തേതിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ളതായിരിക്കും
പിന്നീട് ഓരോ കാലവും വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറപ്പിച്ചു പറയുകയാണ്. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെയും, അഥവാ ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് വരേക്കും ഇന്നത്തേതിനേക്കാൾ കൂടുതൽ സ്വസ്ഥമായിരിക്കും നാളെ എന്ന് കരുതേണ്ടതില്ല. നാളെ അതിനേക്കാൾ പ്രയാസമായിരിക്കും, മറ്റന്നാൾ അതിനേക്കാൾ ശക്തമായിരിക്കും. അപ്പൊ ദീനും പടച്ചവനും ഖുർആനും സുന്നത്തും നബിയും ഒന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ തുലഞ്ഞു, നഷ്ടപ്പെട്ടു. മറിച്ച് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് വേണം? ഇസ്ലാം അഭിമാനമാണ് എന്ന് തിരിച്ചറിയാൻ, അത് വലിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സബ്ർ, നിങ്ങൾക്ക് പിന്നാലെ ക്ഷമയുടെ സഹനത്തിന്റെ കുറെ ദിവസങ്ങൾ വരാനിരിക്കുന്നു. ലിൽ മുതമസ്സികി ഫീഹിൻ, അന്ന് ദീനും ആദർശവും മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് യൗമഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും, നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ആ ഫിത്നയുടെ പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔ മിൻഹും, ഞങ്ങളിൽ നിന്നോ അതല്ല അവരിൽ നിന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ബൽ മിൻകും, അല്ല അവരിൽ നിന്നല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ 50 സ്വഹാബത്തിന്റെ പ്രതിഫലം ഫിത്നയുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദീനിന്റെ വക്താക്കളായി മാറാൻ, ദീൻ എന്നത് പറയുന്നത് കേവലം ഒരു ആവേശവും വൈകാരികതയുമായി കൊണ്ടു നടക്കേണ്ട സംഗതിയല്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് പഠിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട സംഗതിയാണ്. അതിൽ വസ്ത്രമുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, എല്ലാ സംഗതികളുമുണ്ട്. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മേഖലയിൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന മേഖലയിലെല്ലാം ആ ദീനനുസരിച്ച് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിക വൃത്തത്തിലേക്ക് നിങ്ങൾ കയറി നിൽക്കണമെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്ലാം അനുസരിച്ച് മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും പ്രത്യേകം ദുആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രോഗികളായി വിഷമിക്കുന്ന ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും രോഗത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വകവെക്കാതെ ജുമുഅക്കെത്തിയിട്ടുള്ള സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും ഈമാനോടുകൂടി മരിക്കുവാനും റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നൽകി മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും ദീനിന്റെ നിയമശാസനകൾ കടുകിട വ്യതിചലിക്കാതെ അഭിമാനത്തോടുകൂടി ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ഒരു മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار.